Once again, welcome to my video blog AjayTechTips. ഞാൻ Ajay, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് ഒരു സൈബർ സെക്യൂരിറ്റി വീഡിയോ ആയിട്ടാണ്. നമുക്ക് പലർക്കും അറിയില്ല നമ്മുടെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് 11ലും വിൻഡോസ് 10ലും ഇങ്ങനെ ഒരു ഫീച്ചർ ഉള്ളത്. അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു തേർഡ് പാർട്ടി സ്കാനിങ് ടൂൾ ഒന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ അതെന്താണ് ഏതാണ് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇതൊരു സൈബർ സെക്യൂരിറ്റി വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ ലൈക്കിനേക്കാളും കൂടുതൽ ഷെയർ ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോയുടെ കൂടെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാം ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന്. നമ്മൾ സ്ക്രീൻ റെക്കോർഡർ നമ്മുടെ ലാപ്പിൽ എടുത്തിട്ട് ചെയ്യണതാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഒരു മാൽവെയർ അല്ലെങ്കിൽ മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല അല്ലേ? മാൽവെയർ കയറിയിട്ട് നമ്മുടെ ഡാറ്റയൊക്കെ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പം നമ്മളൊന്നും അറിയില്ല. ചിലപ്പോൾ നമ്മുടെ ബാങ്ക് വരെ ഹാക്ക് ചെയ്ത് പോകും. കാരണം നമ്മുടെ ലാപ്ടോപ്പിൽ നമ്മൾ ചിലപ്പോൾ ബാങ്ക് ലോഗ് ചെയ്യും, ഫേസ്ബുക്ക് ലോഗ് ചെയ്യും, ഇപ്പോൾ വാട്സപ്പ് വെബ് എടുക്കും. അപ്പോൾ നമ്മുടെ ഡാറ്റയൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? അപ്പോൾ അതിനാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ വിൻഡോസ് 6 അമർത്തി റൺ എടുത്തിട്ട് MRT സ്ക്രീനിൽ കാണുന്ന പോലെ MRT എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാലീഷ്യസ് റിക്കവറി റിമൂവൽ ടൂളാണത്. നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യും? സ്കാൻ ചെയ്യും. ഇതൊരു പുതിയ ഫീച്ചറാണ്. അപ്പം എനിക്ക് അടുത്താണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാനിത് അറിഞ്ഞത്. അപ്പോൾ ഇങ്ങനൊരു അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞപ്പം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണ്ട, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് ഷെയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടൂളിനെ പറ്റി പറയുന്നത്. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ 3 ടൈപ്പ് സ്കാനിങ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ വീഡിയോയിൽ കാണാം. അതിൽ ഫസ്റ്റ് ടൈപ്പ് അതായത് നമ്മൾ ക്വിക്ക് സ്കാൻ ഉണ്ട്, അതിലാണ് ഞാൻ ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. എന്നിട്ട് തന്നെ എനിക്ക് അറൗണ്ട് 13 മിനിറ്റ്സ് എടുത്തു. അത് നമ്മൾ കട്ട് ചെയ്തിട്ടായിരിക്കും ചെയ്യുക, കാരണം അത്രയും ഡിലേ നിങ്ങൾ പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് അതിൻ്റെ പ്രൊസീജിയറും കാണിച്ചിട്ട് പിന്നെ അതിൻ്റെ എൻഡ് ഭാഗത്തായിരിക്കും കാണിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരെ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നേരെ പോകല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ Windows +R പ്രസ് ചെയ്യുക. Windows +R എന്ന് പറയുന്നത് വിൻഡോസ് റൺ എടുക്കാനുള്ള കമാൻഡ് ആണ്. അവിടെ MRT എന്ന് ടൈപ്പ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ മാലീഷ്യസ് ഫയൽസ് റിമൂവ് ചെയ്യാനുള്ള ടൂളാണ്. ഇത് വിൻഡോസിന്റെ തന്നെയാണ്, വേറൊരു തേർഡ് പാർട്ടി ആന്റിവൈറസിന്റെ അല്ല. അതുകൊണ്ട് തന്നെ വിൻഡോസ് ഡിഫൻഡന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു മാൽവെയറോ അല്ലെങ്കിൽ മാലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫയലോ കയറി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി സ്കാൻ ചെയ്ത് അത് കണ്ടുപിടിച്ച് ഡെലിറ്റ് ചെയ്യും. അപ്പൊ അത്രയും നല്ല ടൂളാണ് ഇത്. ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പൊ ട്യൂട്ടോറിയലിൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം MRT എന്ന് അടിക്കുക. MRT എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതായത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് മാലീഷ്യസ് സോഫ്റ്റ്വെയർ റിമൂവൽ ടൂളും. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ സിസ്റ്റത്തിൽ വല്ല ക്രാക്ക് ഫയൽസ് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇത് റിമൂവ് ചെയ്യും കേട്ടോ. അപ്പൊ യെസ് നമ്മൾ പെർമിഷൻ കൊടുക്കാം. പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. ഇവിടെ കണ്ടോ, ക്വിക്ക് സ്കാൻ ഉണ്ട്, ഫുൾ സ്കാൻ ഉണ്ട്, കസ്റ്റം സ്കാൻ ഉണ്ട്. ഏറ്റവും നല്ലത് ഫുൾ സ്കാൻ ആണ്. ഇപ്പൊ നമുക്കൊരു ഫോൾഡറിൽ മാത്രം ഉണ്ടോ എന്ന് നമുക്ക് അറിയാം. അതിൽ വൈറസ് ഉണ്ട് വെച്ചാൽ നമ്മൾ ഇതാ മതി, ഇതിന് മാത്രം ചെയ്താൽ മതി. ഏത് കസ്റ്റം സ്കാൻ. ഞാൻ ജസ്റ്റ് ക്വിക്ക് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, കാരണം നിങ്ങളുടെയും എന്റെയും ടൈം വിലപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്വിക്ക് സ്കാൻ പ്രസ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഇത് കണ്ടോ, കറന്റ്ലി സ്കാനിങ് എന്ന് പറഞ്ഞിട്ട് വരും. നമ്മുടെ സിസ്റ്റം ഫയൽസ് എല്ലാ ഫയൽസും ഫാസ്റ്റ് സ്കാനിങ് നടക്കും. നമുക്ക് നോക്കാം അത്.
നമ്മുടെ ഇത് സ്കാനിങ് കഴിയാറായിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം സ്കാനിങ് കഴിയും. സ്കാനിങ് കഴിഞ്ഞാൽ വരുന്ന വിൻഡോയില് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും, ഇത് കഴിഞ്ഞാൽ ഇതിൽ മാലിഷ്യസ് ഫയൽ ഉണ്ടോ, ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ. അതൊക്കെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, കാണാൻ പറ്റും. ഇത് സി ഡ്രൈവ് മാത്രമാണ്, കാരണം ഇതിലെ ഒറ്റ പാർട്ടീഷനേ ഉള്ളൂ, സി ഡ്രൈവ് മാത്രം. അതുകൊണ്ട് തന്നെയാണ് സി ഫുൾ കാണിക്കുന്നത്. അപ്പൊ അടുത്ത സ്കാനിങ് കൂടെ ഒന്നും കൂടെ അത് അടുത്ത ഫേസിലേക്ക് വന്നു. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫയൽ സ്കാൻ, ഇത്ര ഫയൽ സ്കാൻ ചെയ്തു. ഇതില് ഫയൽസ് ഇൻഫെക്റ്റഡ് 18 മിനിറ്റ് ആയിട്ട് ഇത് സ്കാനിങ് തന്നെയാണ്. ഇനി 9 മിനിറ്റ് അതില് സ്റ്റാർട്ടിങ് ടൈം 6:01, ഇതില് 10 മിനിറ്റോളം ആയി ഇപ്പൊ സ്കാനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം സ്കാനിങ് കഴിഞ്ഞു. നോ മാലീഷ്യസ് സോഫ്റ്റ്വെയർ വാസ് ഡിറ്റക്റ്റഡ് എന്നുള്ള മെസ്സേജും വന്നു. നമുക്ക് ഫിനിഷ് അമർത്താം. അപ്പം സാധാരണ ഒരു സ്കാനിങ്ങിന് തന്നെ ഇത്ര വരുമ്പോൾ ഏകദേശം 10 മിനിറ്റ് വരുമ്പോൾ, ഡീപ് സ്കാനിങ് ആകുമ്പോൾ ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് എന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇത് ചെയ്യാം. ഇങ്ങനത്തെ ടെക് പരമായിട്ടുള്ള വീഡിയോ കാണാൻ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.